എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോഴേക്കും ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മളുടെ നിസാറിക്കായും സൽമാനും നമ്മുടെ സുലു വരുന്നുണ്ട്. അപ്പോൾ സുലുവിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അവരിവിടെ എത്തിയപ്പോഴേക്ക് കറക്റ്റായിട്ട് ഇതാ ബസ് വന്നിട്ടുണ്ട്. ദാ സുലു ഇതാ നടന്നു വരുന്ന നോക്കിക്കേ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിളിക്കാനായിട്ട് വന്നില്ല. പിന്നെ എല്ലാവരും കൂടി വരേണ്ട ആവശ്യമില്ലല്ലോ, ഇവരൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ സുലു സൽമാനും നിസാറിക്കായും പോകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ അവർ വിളിക്കാനായിട്ട് വന്നത്. അപ്പോൾ രാവിലെ തന്നെ അവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബസ്സിൽ വന്നത് കാരണം പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു നിസാറിക്ക പറഞ്ഞു കേട്ടാ. അങ്ങനെ ഇപ്പം ദാ അവർ വീട്ടിലെത്തി. അപ്പോൾ ഇതിനിടയിൽ അവൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ എത്താറായി എന്ന്. അപ്പോൾ ദാ സുലുവിനെ വെയിറ്റ് ചെയ്ത് നമ്മളുടെ സനമോള് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സനമോള് രാവിലെ തന്നെ എഴുന്നേക്കും. അപ്പോൾ അവള് ദാ വരാന്തയിൽ ഞാൻ സനമോളെയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ സുലു കയറി വരികയാണ്. പക്ഷെ അവൾക്ക് യാതൊരു പ്രതികരണവും ഇല്ല. ഇങ്ങനെയാണ് കേട്ടോ സനമോള്, പെട്ടെന്ന് അങ്ങോട്ട് അടുക്കത്തൊന്നുമില്ല. അടുത്താൽ പിന്നെ അവരടുത്തുനിന്ന് മാറത്തുമില്ല. അപ്പോൾ സുലുവിനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഇതെന്ത് പാടപ്പാന്നുള്ള മട്ടാണ്. എന്തായാലും സിനുവിനെന്തെങ്കിലും കണ്ടാത്താണ് നമ്മുടെ സാധനം ബാംഗ്ലൂരിലെ ഓറഞ്ച്, ബാംഗ്ലൂരിലെ ഉണങ്ങിയ ഗോവ ഫ്രിഡ്ജിന്റെ അകത്ത് കൊറേ ദിവസം വേറെ ഓറഞ്ച് ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഇരിപ്പാണ് ഇരിക്കണത്. കണ്ടാ ഒന്നും ഇല്ലാതെ കണ്ടിട്ട് ചുമ്മാ കൊച്ച വെള്ളേ എടുക്കുള്ളൂ. ക്യൂട്ടായിരിക്കുന്നു ഫാബി. എനിക്ക് പോലും എത്ര ഡ്രസ്സായി. കൊച്ച എപ്പോഴും വെള്ള എടുക്കുള്ളൂ. കളർഫുൾ ആയിട്ടൊക്കെ എടുത്തൂടെ കൊച്ചാ. എനിക്കിതാ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഈ ഡ്രസ് ഉണ്ട് കേട്ടെ. ഈ ഡ്രസ് ഉണ്ട്. എനിക്കിഷ്ടമായത് ദാ ഈ ഡ്രസ്സാണ്. നിനക്ക് സലു നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? പക്ഷെ എനിക്കിഷ്ടമായത് ഏതോ ഒന്ന് 90-12 ചെവി കാണിച്ചു കൊടുത്തോ. കാത് കുത്തി കമ്മലിട്ടു അല്ലേ മോളെ? അതിലാ നോട്ടം. ഓറഞ്ച്. ഇതെന്താ മോളെ? ഇതെന്ത് പേര് പറയും? ഓറഞ്ച്. എന്താണിത്? ഓറഞ്ച്. ഇല്ലതിന് ആ ചേർത്തേ പറയുള്ളേ. ഇതെന്താ മോളെ? രഹസ്യം പറയുക. ഇത് മോളെ ആക്കിക്കൊടു. മൂക്കും അറിയാലോ. കാണിച്ചു കൊടുക്ക്. അത് കാണിച്ചു കൊടുക്ക്. പച്ച പച്ച മോള് കാണിച്ചു കൊടുക്ക്. ആള് മാറി ഒന്നാണ്. അങ്ങനെ കാണിച്ചു കൊടുക്ക. ഇതെന്തേ കാണാത്തൊരു മുഖം? ഇപ്പോഴും മറ്റേ കുളിച്ച് കേറൂലേ? ഏത് വലുതാണ്? വാപ്പാടെ കള്ളച്ചിരിയല്ലേ അവക്ക് കിട്ടിയിരിക്കണ? കണ്ട ശ്രദ്ധിച്ചിട്ടുണ്ടാ സൽമാൻ? താങ്ക് യു പറ കൊച്ചാക്ക്. താങ്ക് യു മോളെ. താങ്ക് യു പറ. ബാംഗ്ലൂർ ഓറഞ്ച് അല്ലേ മോളെ? ഏതോ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇന്നിപ്പം ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു പോത്തിറച്ചി കൊണ്ടുള്ള വിഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ കണ്ടോ, ഇത് ഞാൻ പോത്തീസിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. അതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും.
അപ്പം ഞാനിതാ കുറച്ച് കൊച്ചുള്ളിയും കുറച്ചധികം കണ്ടില്ലേ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഈ ചില ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിൽ നിന്നും ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ കല്ലിലിട്ട് ചതച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റാണ് ഞാനിപ്പം പച്ചമുളക് ഇതിലേക്കിട്ടിട്ട് ചതച്ചു കൊടുക്കണം. കാര്യം പച്ചമുളക് ഒരുപാട് അങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാകത്തില്ല കേട്ടോ. ഈ ഓരോ കൂട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ ചേർക്കണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് അതിൻ്റെ രുചിക്കും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ എല്ലാ വിഭവങ്ങൾക്കും ഞാൻ കുറച്ചധികം കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? കറിവേപ്പില എന്നെ പോലെ കറിവേപ്പില പ്രാന്തമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ പോത്തിറച്ചി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 കിലോ ഉണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി കുറച്ച് മുന്തി നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി മുളക് പൊടിയുടെ അത്ര തന്നെ എടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി ഇട്ട് കൊടുക്കും. അപ്പം ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയണില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനു മുൻപ് ഇതൊക്കെ അളവ് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ ചതച്ചതിൽ നിന്ന് പകുതി ഈ ചതച്ച മസാല പകുതി നമ്മൾ മാറ്റി വെക്കും കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അത്ര മാത്രം മതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാം ചേർത്തിട്ട് നമുക്ക് എല്ലായിടത്തും ഈ മസാല യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ ഞാനിത് പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തത് കേട്ടോ. ഇനി ഒന്നുമില്ല, നമുക്ക് ഇനിയിപ്പോൾ പ്രഷർ കുക്കർ എടുത്തിട്ട് നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 1 തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ഒഴിക്കത്തില്ല കേട്ടോ. കാരണം ഇത് വേവിച്ച് വെന്ത് വരുമ്പോഴേക്ക് ഇതിൽ നിന്ന് തന്നെ ചാറൂറി വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് വെള്ളം ചേർത്ത് കളയേ ചെയ്യരുത് കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ വച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും. അതൊരു കാര്യമുണ്ട് കേട്ടോ. ഇതുപോലത്തെ പ്രഷർ കുക്കറാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. അപ്പം ഞാൻ അത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 6 വിസിൽ വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ സനമോളുടെ അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കുണ്ട് അവളുടെ കാർ സീറ്റാണ് കേട്ടോ. അതിൽ കയറി ഇരുന്ന് സുലുവായിട്ട് നിന്നങ്ങ് കളിക്കുകയാണ് കേട്ടോ. രാവിലെ കണ്ടണക്കേ അല്ല, ഭയങ്കരമായിട്ട് അവനുമായിട്ട് അങ്ങ് അറ്റാച്ചായി. ഞാൻ പറഞ്ഞില്ലേ അറ്റാച്ച്മെന്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ അവളെന്ന് അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ സുലുദേ അവളെയും കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലിരിക്കുകയാണ്. അപ്പം അവളെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിനിടയിൽ വന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്റ്റീം പോയ ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്തു. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ 1 തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, കണ്ടോ? അതിൽ നിന്ന് തന്നെ ചാറൂറി വരും. അപ്പം ഇതിപ്പം നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, ആ ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അതായത് അതിൻ്റെ ആ ഒരു പച്ചച്ചൊവ മാറത്തക്ക രീതിയിലൊന്ന് വഴറ്റിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ആ ചാറ് മാത്രം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 3-4 കഷ്ണങ്ങൾ വീണു, അത് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ചാറ് മാത്രം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ മറ്റൊരു കടായി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് ഞാൻ കടുകും ചെറിയ ജീരകവും ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അത് പൊട്ടി വരുമ്പോഴേക്ക് വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഞാൻ മൂക്ക് വേണ്ടിയിട്ട് കായ മുണക്ക എടുത്തില്ലേ, അതിൻ്റെ തോല് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാണ് കേട്ടോ. അപ്പം ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതല്ലേ, ഏത്തക്കായയുടെ തോലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, തോരനൊക്കെ വെച്ച് കഴിക്കാം. അപ്പം അത് റെഡിയാവാൻ മൂടി വെച്ച് കൊടുത്തു.
അപ്പോൾ ഇതാ നമ്മളുടെ അരപ്പ് ഓൾമോസ്റ്റ് ഇതാ കണ്ട വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പോത്തിറച്ചി ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പോത്തിറച്ചി വരട്ടി അല്ലെങ്കിൽ പൊരിച്ചെടുക്കുന്നത്? എങ്ങനെ ഡയറക്റ്റ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഇതിന് നമുക്ക് ഇതിൽ കിടന്ന് ഒന്ന് വരണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും നമ്മൾ ഇതൊന്ന് വരട്ടി എടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മളുടെ തോരൻ്റെ അരപ്പ് റെഡിയാക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ചോപ്പറിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി ഉണ്ടല്ലോ, ഒരു 2-3 ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി 2 ചെറിയ ജീരകം, സാധാരണ തോരനുള്ള അതേ അരപ്പ് തന്നെയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു ഏത്തക്കത്തോല് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏത്തക്കത്തോലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടേ. കുറച്ച് വെള്ളം ഞാൻ ആ ജാറിലേക്ക് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. ഇളക്കിയിട്ട് ഒരുപാട് നേരമൊന്നും നമ്മളിത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏത്തക്കാത്തോലായതുകൊണ്ട് തന്നെ കറുത്തുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട്. അതൊന്നും പ്രശ്നമില്ല. എന്തായാലും വളരെ ഹെൽത്തിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഏത്തക്ക തൊലിയുടെ തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പം ഞാനിപ്പം അത് ഒന്ന് മാറ്റി വെക്കാനേ. അപ്പം ഇതിപ്പം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് വരണ്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പം ബാക്കിയുള്ളത് ഞാൻ എടുക്കത്തില്ല. അത് ഞാൻ തണുത്ത ശേഷം കണ്ടെയ്നറിലാക്കി ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പം ഇങ്ങനെ വച്ചിരുന്നാലുള്ളൊരു ഗുണം, ഞാൻ ഒരുപാട് ദിവസത്തേക്കൊന്നും അത് വയ്ക്കത്തില്ല. ഇപ്പം പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ വരത്തില്ല. അപ്പോൾ ആ സമയത്ത് എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് മാറ്റി വെക്കണമാണ്. നന്നായിട്ട് തണുത്തിട്ടേ നമ്മളത് ഫ്രീസറിലേക്ക് മാറ്റാവോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ടേബിളിലെല്ലാം ഞാൻ കൊണ്ടുവച്ചു. സനമോളയാണ് ആദ്യം കൊണ്ടുവന്നത് ഇതുപോലെ ഇരുത്തുന്നത് കേട്ടോ. അപ്പം നമുക്കൊപ്പം അവൾക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പം ഞാൻ കണ്ട ചമ്മന്തിപ്പൊടിയും ചമ്മന്തിക്കറിയും ആണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നലത്തെ ചമ്മന്തിക്കറിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഇഡ്ഡലിയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി സുൽത്താനെ സംബന്ധിച്ച് സുൽത്താൻ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കും. എന്നാലും ഇവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അടിപൊളി ചമ്മന്തി പ്ലെയിൻ ഇഡ്ഡലി രണ്ടെണ്ണം, കറി എന്തെങ്കിലും അപ്പം നമ്മളുടെ സനമോൾക്കും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിസാറയ്ക്ക് അവിടെ നിന്ന് ഇഡ്ഡലി ഇങ്ങനെ പിച്ചി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇനി എത്ര നാളാണ് ഈ ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നതെന്നൊന്നും അറിയത്തില്ല. പിള്ളേരുടെ കാര്യമല്ലേ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളുടെ റിച്ചു മോനും ഇനി വരും. അപ്പം അങ്ങനെ എല്ലാവരും വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പിന്നെ പോകുമ്പോഴാ വിഷമം. അങ്ങനെ സുലു കുളിയും നനയൊക്കെ വന്ന ശേഷം സനമോള് ഒത്ത് നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം സുൽത്താന് എന്നും അവധിയായിട്ടില്ല, വർക്ക് അറ്റ് ഹോം ആയിട്ടൊക്കെയാണ് അവൻ വന്നത്. അതാണ് ലാപ്ടോപ്പൊക്കെ തുറന്നിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ ചാഞ്ഞ് കിടക്കണുണ്ട് സനമോള് കേട്ടോ. ഭയങ്കരമായിട്ട് അവൾക്കങ്ങ് സുൽത്താനെ ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ എടുക്കാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിലൊന്നും വരുന്നില്ലേ. നോക്കിക്കേ, അവളുടെ കയ്യിരുന്ന് എന്നെ അവളങ്ങ് ഉറങ്ങുവാണ് കേട്ടോ. അവനും അങ്ങനെ തന്നെയാണ്. സന എന്ന് പറഞ്ഞ് ഭയങ്കര ജീവനായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുൽത്താൻ ഞാൻ നമ്മുടെ സനമോളെ കാതുകുത്താൻ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്ന ഒരു ഷൂ റാക്ക് ഓർഡർ ചെയ്തത് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരാന്തയിൽ എടുത്ത് വെച്ചാൽ മതി, ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താ എന്ന് പറഞ്ഞത്. അപ്പം സാധാരണ അവർ തന്നെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യണത്. അപ്പം നമ്മളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വച്ചിട്ട് പോകാൻ പറഞ്ഞത്. പിന്നെ ഇത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലാന്നേ, ഒരു 4 സ്ക്രൂവിൻ്റെ കാര്യമേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ. പിന്നെ സുൽത്താൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ആ ഷൂറാക്ക് ഇവിടെ പിടിപ്പിക്കുകയാണ്. കാരണം ഇവിടെ നിറച്ചിങ്ങനെ ഈ ചെരുപ്പിങ്ങനെ വലിച്ചു വാരി കിടക്കുകയാണ് കേട്ടോ. ഒരു ഷൂറാക്ക് ഉള്ളതും നിറഞ്ഞു കവിഞ്ഞു. അപ്പം ഇനി ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തായി കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് വശം നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം ഇത് വേണ്ടവർ ഇവരുടെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാം കേട്ടോ.
അപ്പം ഇങ്ങനെ വരുമ്പോഴേക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സംഭവം വെച്ചാൽ കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്, പിന്നെ വൃത്തികേടൊന്നുമില്ല. അപ്പം ഈ അടുത്ത് ഇങ്ങനെ വയ്ക്കാൻ എളുപ്പമാണ്. ഇനി അകത്തേക്കൊക്കെ ഈ റാക്ക് കൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം ഇത് വെച്ചത് കൊണ്ട് നമ്മളുടെ വരാന്ത ഇപ്പം നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ആവോലി മീൻ കിട്ടി. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പം ഇത്രയും പൊടികളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓവറായിട്ട് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആ മസാല പിടിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് പലഹാരത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, ചെറിയ പീസ് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളിയും 2 പച്ചമുളകും, ഒരു സവാള, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. സവാള എടുക്കുമ്പം ചെറിയ സവാള എടുത്താൽ മതി, ഒരുപാട് വലിയ സവാള എടുക്കണ്ട കേട്ടോ. കാരണം അതൊരു വല്ലാത്തൊരു സവാളയുടെ കുത്തു വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം എന്താ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയുടെ ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടും. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. പിന്നെ ഞാൻ എന്താ നമ്മളുടെ ഇൻഡസ് വാലിയുടെ പാത്രമാണ്, കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മീൻ ഓരോന്ന് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടെടുക്കാം. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതാ ഒരു കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു കടായിയാണ് ഇത്. അപ്പം ഞാൻ ഇതിൽ കൂപ്പൺ കോഡ് കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഈ പാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ചുവട് അടിക്കട്ടിയുള്ള പാത്രമാണ് കേട്ടോ. അപ്പം എന്താ നമുക്ക് ഒന്ന് മീൻ ഇട്ട പാട് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഓവറായിട്ട് ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ, എങ്കിലേ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്നായപ്പോഴേക്കും ഞാനൊന്ന് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ആദ്യം ഒന്ന് ഇളക്കി വിട്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആവോലി മീൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എന്ന് പറയട്ടെ. ആവോലി തന്നെ ഒരുപാട് ടൈപ്പ് കാണാം. കറുത്ത ആവോലിയുണ്ട്, വെള്ള ആവോലിയുണ്ട്, പിന്നെ കായലിലെ ആവോലിയുണ്ട്. നിങ്ങൾക്ക് ഏത് ആവോലി മീനാണ് ഇഷ്ടം, അതുപോലെ രുചിയുള്ളത് ഏത് ആവോലി മീനാണെന്ന് അറിയുന്നവരൊന്ന് പറയുക കേട്ടോ. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊന്നും എപ്പോഴും ഒന്നും ആവോലി മീൻ കിട്ടത്തില്ല. ഈ സീസൺ ആ ഒരു ടൈമിൽ മാത്രമേ ആവോലി മീനൊക്കെ അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ മീൻ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇനിയിപ്പം നമ്മൾ ഈ എണ്ണ തന്നെ യൂസ് ചെയ്യും കേട്ടോ. എന്നാലേ നമുക്ക് ആ കറിക്ക് നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ച ശേഷം ഞാനൊരു മീൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരണം. മീൻ ചട്ടിയിൽ മീൻ കറി വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അല്ലേ. അല്ലാതെ വേണമെങ്കിലും വയ്ക്കാം, പക്ഷേ ഇതിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര എണ്ണ പോരാ, കുറച്ചുകൂടി എണ്ണ ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരിവിൻ്റെ പാകത്തിനുള്ള പച്ചമുളക് നിങ്ങൾ അരയ്ക്കുമ്പോൾ എടുത്താൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ആ ഒരു പച്ച ചുവ മാറത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിപ്പം മസാലയും മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചാറ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇതിനൊന്നും നമുക്ക് അങ്ങനെ ഒരു കണക്ക് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ഉണ്ടാക്കണത്. എന്നിട്ട് നമുക്ക് തിള വരാറാവുന്ന ഒരു ടൈമിൽ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് ഒന്ന് ചൂടായി വരണം. അത്രയും മാത്രം മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇന്നെല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മരിച്ചീനി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഇൻഡസ് വാലിയുടെ ആ ഒരു കടായിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളവും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 വെള്ളത്തിൽ ഞാനിത് ഊറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അത് വേഗം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റെഡിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അടികട്ടിയുള്ള പാത്രമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് അത് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 2-3 വെളുത്തുള്ളി അലിയും 2-3 ചെറിയ ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. മരിച്ചീനിക്കുള്ള അരപ്പാണ് ഞാനിപ്പം റെഡിയാക്കി എടുക്കണത്. അപ്പോൾ ഇതിനിടയിൽ മരിച്ചീനി വെന്തപ്പോഴേക്ക് ഞാൻ ഊറ്റിയിട്ട് അടുത്ത വെള്ളത്തിലേക്ക് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊന്ന് ഊറ്റിയെടുത്തു. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം സുൽത്താനെയൊക്കെ സംബന്ധിച്ച് അവിടെ അവർ മീൻ ഉണ്ടാക്കി കഴിക്കണതൊക്കെ വളരെ കുറവെന്നല്ല, കഴിക്കത്തില്ല മീനൊന്നും. അങ്ങനെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മീൻ ഒരു വെറൈറ്റി രീതിയിൽ റെഡിയാക്കി എടുത്തത്. അപ്പം മരിച്ചീനിയൊക്കെ അവന് ഇഷ്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും കഴിക്കത്തൊന്നുമില്ല, കുറച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പം അതും ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പം ഇത് അടിപൊളി കോമ്പിനേഷനല്ലേ, ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അപ്പം ഇന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് കേട്ടോ. ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തത്. അത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി അതിലേക്കിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു പകുതി സവാള, ചെറിയ സവാളേനെ അരിഞ്ഞതും, 2 പച്ചമുളക്, നമ്മളുടെ തൊണ്ടൻ മുളകും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കൈപ്പിടി കറിവേപ്പില, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇതെല്ലാം ഞാൻ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലും എളുപ്പത്തിൽ ഇനി നെയ്ച്ചോറുണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്ര എളുപ്പമാണ്. എന്നിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കണമെന്ന് വെച്ചാൽ ആ ചോറിന് നല്ല ഒരു വെള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരാണെങ്കിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ബിരിയാണിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചോറ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വെന്ത് കുഴയോ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ കേൾക്കുന്നത് വരെ ഇത് റെഡിയാക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റീം പോയ ശേഷം തുറക്കത്തുള്ളൂ. അപ്പം ഇതിനിടയിൽ ഞാൻ ഒരു സാലഡിന് വേണ്ടി സവാളയും ഉപ്പും കുറച്ച് മുളക് പൊടി, വിനാഗിരി, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കുക കേട്ടോ. ശരിക്ക് ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ടോ? ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ നമ്മളുടെ മരിച്ചീനി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മീൻകറിയും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഈ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ പിശുക്ക് കാണിക്കരുത് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം മരിച്ചീനിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് ഇത് ധാരാളമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മീൻകറി ഒന്ന് കാണിച്ചു തരാം, അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പം അടുത്ത് നമുക്ക് നല്ല റെസിപ്പി വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.